അപ്പൊ നമ്മുടെ ഈക്വൽ ട്രയാങ്കിൾസിലെ രണ്ടാമത്തെ എക്സസൈസ്, അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു എല്ലാവരും. ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ. അർത്ഥം, താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യത്തിൽ രണ്ട് ട്രയാങ്കിൾ ഉണ്ട്, ഒരു പടത്തിൽ തന്നെ രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ. ഫൈൻഡ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഓൺ ദ റൈറ്റ് ഈക്വൽ ടു ദി സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഓൺ ദി ലെഫ്റ്റ്. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഫൈൻഡ് ദി സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഓൺ ദി റൈറ്റ്. വലതുവശത്ത് കിടക്കുന്ന ട്രയാങ്കിളിന്റെ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈക്വൽ ടു ദി, ഈ നീളം ഉദ്ദേശിക്കുന്നതാണോ അല്ല ഉദ്ദേശിക്കുന്നത്, ഈക്വൽ ടു ദി സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഓൺ ദി ലെഫ്റ്റ്. ഇടതുവശത്ത് കിടക്കുന്ന ട്രയാങ്കിളിന്റെ ഏതൊക്കെ സൈഡുകളോട് വലതുവശത്ത് കിടക്കുന്ന ട്രയാങ്കിളിന്റെ ഏതൊക്കെ സൈഡുകൾ ഈക്വൽ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഒന്നുകൂടെ, വലതുവശത്ത് കിടക്കുന്ന ട്രയാങ്കിളിന്റെ ഏതൊക്കെ സൈഡുകൾ, ഏതൊക്കെ വശങ്ങൾ, ഇടതുവശത്ത് കിടക്കുന്ന ട്രയാങ്കിളിന്റെ ഏതൊക്കെ സൈഡുകളോട് ഏതൊക്കെ വശങ്ങളോട് ഈക്വൽ ആണെന്ന് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ചോദ്യം മനസ്സിലായി എല്ലാവർക്കും? ഓൾ സ്റ്റാൻഡപ്പ് ഒന്ന് ചോദ്യം വായിച്ചു നോക്കി. ഓക്കെ, ഇതിനകത്ത് അകത്ത് വെച്ച് ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ എഴുതുമ്പോൾ എല്ലാവരും കൂടെ നോക്കിയിരിക്കണം. നമ്മൾ ആദ്യം രണ്ട് ഫിഗർ കൂടെ നോക്കിയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പറയാം. നോക്കൂ, എ ബി എത്ര സെന്റിമീറ്റർ? 3 സെന്റിമീറ്റർ. അതേ നീളമുള്ളയാൾ അപ്പുറത്താരാണ്? ആർ ക്യു അല്ലെങ്കിൽ ക്യു ആർ. ഓക്കെ ആണല്ലോ? ഓക്കെ. പിന്നെ ആംഗിൾ എ 50 ഡിഗ്രിയാണ്. അതേ 50 ഡിഗ്രി ഉള്ളയാൾ അപ്പുറത്താരാണ്? ആംഗിൾ ആറാണ്. ആരാണ്? ആംഗിൾ ആറാണ്. ഓക്കെ. വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ? ആംഗിൾ ബി 70 ഡിഗ്രിയാണ്. പോരട്ടെ. അപ്പോൾ ആംഗിൾ ക്യൂവും എത്ര ഡിഗ്രിയാണ് അവിടെ? ഇത്രയും വിവരം എവിടെ തന്നിട്ടുണ്ട്? നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. ഉറപ്പിച്ചല്ലോ? ചെറിയ അംശം ചോദിക്കട്ടെ. ഈ ഇടതുവശത്ത് കിടക്കുന്ന ട്രയാങ്കിളിലെ മൂന്നാമത്തെ ആംഗിൾ ഏതാ? ഇടതുവശത്ത് കിടക്കുന്ന ട്രയാങ്കിളിലെ മൂന്നാമത്തെ ആംഗിൾ ആംഗിൾ സി. ആംഗിൾ അത് എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? അതാണ്ട് ഇതിനെ കൂടെ കൂട്ടണം. 50 7 കൂട്ടിയാൽ 7 5 12 120. അതെവിടെ നിന്ന് കുറയ്ക്കണം? 180 നിന്ന്. അപ്പൊ 180 മൈനസ് 120 ഈക്വൽ എത്ര ഡിഗ്രി? 60 ഡിഗ്രി. ഇത് തന്നെ ആയിരിക്കത്തില്ല ഇപ്പുറത്തേനകത്തിലെ ആരുടെ വില? ആംഗിൾ പിയുടെ വില. ആരുടെ വിലയാണ്? അപ്പൊ ഞാൻ എഴുതി വെക്കുന്നു. വിച്ച് ഇംപ്ലൈസ് ആംഗിൾ സി ഈക്വൽ ആംഗിൾ സി ഈക്വൽ 180 മൈനസ് മെഷർമെന്റ് എഴുതണമെന്നുള്ളതാണോ? മെഷർമെന്റ് എഴുതണമെന്നുള്ളതാണോ സംശയം? എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, എഴുതിയില്ലേലും കുഴപ്പമൊന്നുമില്ല. അതായത് ആംഗിൾ സി ഈക്വൽ 60 ഡിഗ്രി ഈക്വൽ ആംഗിൾ പി എന്ന് എഴുതിയാലും കുഴപ്പമില്ല, എഴുതിയില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ടിട്ട് നമ്മൾ ഈ പാഠത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എന്തെങ്കിലും നോട്ട് വല്ലതും നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഇല്ല, ഒരു നോട്ട് ഓർമ്മ വരുന്നില്ല. ഞാൻ തുടങ്ങിയപ്പോഴേ നോട്ടെല്ലാം വീണ്ടും ഒന്നുകൂടെ വായിപ്പിച്ചതിനുണ്ട്. ഒരു നോട്ട് ഓർമ്മ വരുന്നില്ല. If in two triangles the length of one side and two angles at its ends are the same, then their third angles and the length of the other two sides are also the same. നോക്ക, ഒരു ട്രയാങ്കിളിലെ ഒരു ത്രികോണത്തിലെ ഒരു വശം അതിന്റെ രണ്ടറ്റത്തുണ്ടാകുന്ന രണ്ട് ആംഗിളുകൾ. ഇവര് മറ്റൊരു ട്രയാങ്കിളിലെ ഒരു സൈഡിനോടും ഒരു സൈഡിനോടും
ആ സൈഡിന്റെ രണ്ടറ്റത്തുണ്ടാകുന്ന ആംഗിളിനോടും എന്താകുന്നു? ഈക്വൽ ആകും. അങ്ങനെ ആണെങ്കിൽ നമ്മൾ പഠിച്ച നോട്ട് അനുസരിച്ച്, പേജ് നമ്പർ 21 നോട്ട് അനുസരിച്ച്, മൂന്നാമത്തെ ആംഗിൾ സ്കെയിൽ കൊടുക്കും. മൂന്നാമത്തെ ആംഗിൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. മൂന്നാമത്തെ ആംഗിൾ ഓട്ടോമാറ്റിക്കായിട്ട്. മാത്രവുമല്ല, ഈ പടത്തിൽ ഇനി രണ്ട് സൈഡുകളുണ്ടല്ലോ. ഏതൊക്കെ? എ സിയും ബി സിയും. അത് അപ്പുറത്തെ പടത്തിലെ പി ആർ പി ക്യു എന്നിവരോട് ഈക്വലും ആയിരിക്കും. ആ ഈക്വൽ ആയിട്ടുള്ളവരെ കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് നമ്മൾ ഈ പാഠത്തിലെ ആദ്യത്തെ സെക്ഷനിൽ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ വീണ്ടും വായിച്ചത് എന്തായിരുന്നു? ഈക്വലായ ആംഗിളുകൾക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന നമ്മൾ പഠിച്ചത് ഈക്വലായ സൈഡുകൾക്ക്. ഇങ്ങനെയാണ് പഠിച്ചത്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഫസ്റ്റ് സെക്ഷനെ പഠിച്ച നോട്ട് എന്തുവാ? ഫസ്റ്റ് സെക്ഷനെ പഠിച്ച നോട്ട് എന്തുവാ? അത് മറന്നുപോയി. രണ്ട് ട്രയാങ്കിളുകളുടെ സൈഡുകൾ ഈക്വലായാൽ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇതിനകത്തിൽ ഒരു സൈഡും അതിന്റെ പുറത്തുണ്ടാകുന്ന രണ്ട് ആംഗിളുകളും അപ്പുറത്തെ ട്രയാങ്കിളിലെ ഒരു സൈഡിനോടും അതിന്റെ പുറത്തുണ്ടാകുന്ന രണ്ട് ആംഗിളിനോടും എങ്ങനെയാണ്? ഈക്വലാണ്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് മൂന്നാമത്തെ ആംഗിള് ഈക്വൽ ആയിരിക്കും. പിന്നെന്താ നമ്മുടെ സൈഡിന്റെ കാര്യം പറഞ്ഞ എന്തുവരും? ബാക്കിയുള്ള സൈഡുകൾ എങ്ങനെ ആയിരിക്കും? ഈക്വൽ ആയിരിക്കും. നോക്കാം, ബാക്കിയുള്ള അടുത്ത സൈഡിന്റെ പേരെന്തുവാ? എ സി. ഏതാണ് ഈ എ സി എന്ന് പറയുന്ന ആംഗിൾ? ഈ പടത്തിൽ ഏത് ആംഗിളിന്റെ ഓപ്പോസിറ്റാ കിടക്കുന്നേ? 70. ഈ പടത്തിൽ 70ന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആളാരാ? ആർ പി അഥവാ പി ആർ. അപ്പൊ എ സിയും പി ആറും എങ്ങനായിരിക്കും? കണ്ടുപിടിക്കാൻ ടെക്നിക്ക് മനസ്സിലായോ? ഒന്നുകൂടെ. ഈ പടത്തിൽ 70 ഡിഗ്രിയുള്ള ആംഗിൾ എവിടെ കിടക്കുന്നത്? ബിയിൽ. അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാ? എ സി. ആ എ സിയും ഈ പടത്തിൽ 70 എവിടെ കിടക്കുന്നത്? ക്യൂവില്. എവിടെ കിടക്കുന്നത്? അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാ? പി ആറും എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി ഉണ്ടല്ലോ സൈഡ് അടുത്ത് വരണം. ഈ പടത്തിൽ ബി സി. ഈ ബി സി ഈ പടത്തിൽ ആർക്കെതിരെയാണ് കിടക്കുന്നത്? ബി സി എന്ന് പറയുന്ന സൈഡ് ആർക്കെതിരെയാണ് കിടക്കുന്നത്? ആർക്കെതിരെയാ കിടക്കുന്നേ? ആംഗിൾ. ഇതാണ് ബി സി എന്ന് പറയുന്ന സൈഡ്. ഇയാൾ ആർക്കെതിരെയാണ് കിടക്കുന്നത്? ആരുടെ ഓപ്പോസിറ്റാ കിടക്കുന്നേ? ആംഗിളെ. അവിടെ എത്ര ഡിഗ്രിയാ? 50 ഡിഗ്രി. അതേ 50 ഡിഗ്രി ഉള്ള ആൾ ഇവിടെ ആരാ? ആംഗിൾ ആർ. അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആളാരാ? പി ക്യു. അപ്പൊ ബി സി ഈക്വൽ എന്തായിരിക്കും? പി ക്യു ആയിരിക്കും. ഇപ്പൊ കാര്യം പിടികിട്ടിയോ? അന്ന് എഴുതിയാട്ടെ. എന്തവനെ? അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ. ഇവിടെ എത്ര ട്രയാങ്കിൾ ഉണ്ട്? വീരേ, എത്ര ട്രയാങ്കിൾ ഉണ്ട്? 2 എണ്ണം. ഏതൊക്കെയാണ്? എൽ എം എന്നും എക്സ് വൈ ഇസഡ്. ആദ്യം ഹരിതാരാണ് നമുക്കറിയാവുന്ന വിവരങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് ഇടും. എന്തൊക്കെ വിവരങ്ങൾ അറിയാം? എൽ എൻ എത്ര സെന്റിമീറ്റർ? 3 സെന്റിമീറ്റർ. അതെന്തിനോട് ഈക്വൽ ആണ്? എക്സ് വൈയോട് ഈക്വൽ ആണ്. പിന്നെ വേറെ എന്തറിയാം? ആംഗിൾ എൽ ഈക്വൽ 30 ഡിഗ്രി. അതെന്തിനോട് ഈക്വൽ ആണ്? അപ്പുറത്ത് ആംഗിൾ വൈയോട് ഈക്വൽ. പിന്നെ വേറെ ആംഗിൾ എം 80 ഡിഗ്രി. അതെന്തിനോട് ഈക്വൽ ആണ്? ആരോട് ഈക്വൽ ആണ്? ആംഗിൾ അവിടെ പ്രശ്നം. രണ്ടിടത്തും നമുക്ക് 30 തന്നിട്ടുണ്ട്. രണ്ടിടത്തും നമുക്ക് 30 ഉണ്ട്. പക്ഷെ രണ്ടാമത്തെ ആംഗിൾ ഒരിടത്ത് 80ഉം ഒരിടത്ത് 70ഉമാണ്. ഒരിടത്ത് 80ഉം. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അവർ രണ്ടും ഈക്വൽ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. 80 70 എന്തല്ല? ഈക്വൽ അല്ല. അത് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ആദ്യത്തെ പടത്തിലെ ആദ്യത്തെ മിണ്ടുന്നില്ല.
പടത്തിലെ അവശേഷിക്കുന്ന ഒരു ആംഗിൾ കണ്ടോ? അതേതാ? ആംഗിൾ എൻ. അത് എത്ര വരുമോ നമുക്ക് നോക്കാം. ആംഗിൾ എൻ ഈക്വൽ 180 മൈനസ് 30 പ്ലസ് 80. അപ്പൊ 180 മൈനസ് 30 കൂടെ കൂട്ടിയാൽ 110 ഈക്വൽ. അപ്പൊ തന്നെ ഈ പടത്തിലെ അവശേഷിക്കുന്ന ഈ ആംഗിൾ എത്ര ഡിഗ്രിയായി? 70 ഡിഗ്രി. എത്ര ഡിഗ്രിയായി? ഇനി അവിടെ ഒരാളോടില്ലേ, അതാരാ? ആംഗിൾ ഇസഡ്. അയാൾ എങ്ങനെ കണ്ടുപിടിക്കും? 180 മൈനസ് 70 പ്ലസ് 30 ഈക്വൽ 180 മൈനസ് 100 ഈക്വൽ 80 ഡിഗ്രി. അപ്പൊ ഈ പടത്തിലുള്ള ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? അപ്പൊ നമ്മൾ എഴുതി വന്നപ്പോ ഇടയ്ക്കൊന്ന് സ്റ്റക്കായി പോയായിരുന്നു, അല്ലയോ? ആംഗിൾ എം ഈക്വൽ എത്ര ഡിഗ്രിയാണ്? 80 ഡിഗ്രി. എന്നിട്ട് നമ്മൾ വളരെ ആവേശത്തെ അപ്പുറത്ത് നോക്കിയപ്പോ ഉണ്ട് അവിടെ 80 ഉള്ള ആളില്ല. എത്ര ഉള്ള ആളേ ഉള്ളൂ? 7. ഇപ്പൊ 80 ഉള്ള ആളുണ്ടോ? ഉണ്ട്. ആരാ? ആംഗിൾ ഇസഡ്. ഇനി നിങ്ങൾ പടത്തിൽ നോക്കിക്കേ. ഒരു ട്രയാങ്കിളിലെ ഒരു സൈഡും, ശ്രദ്ധിച്ചിരിക്കണം, ഒരു സൈഡും അതിന്റെ പുറത്തുണ്ടാകുന്ന 2 ആംഗിളുകൾ. മറ്റൊരു ട്രയാങ്കിളിലെ ഒരു സൈഡിനോടും അതിന്റെ പുറത്തുണ്ടാകുന്ന 2 ആംഗിളിനോടും എന്താണ്? ഈക്വൽ ആവും. അങ്ങനെയാണെങ്കിൽ 21ാമത്തെ പേജിൽ പഠിച്ച നോട്ട് അനുസരിച്ച് ബാക്കി പറയണം. 3ാമത്തെ ആംഗിളും ഓട്ടോമാറ്റിക്കായിട്ട് ഈക്വൽ ആയിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ഈക്വൽ അല്ലേ? 30 80 30 അല്ല 30 70 30 70. അവർക്ക് കോമൺ ആയിട്ടുള്ള സൈഡ് 3 അപ്പൊ അത്ര ഓക്കെ. അങ്ങനെയാണെങ്കിൽ 3ാമത്തെ ആംഗിൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈക്വൽ ആയിരിക്കും. 30 70 കഴിഞ്ഞാൽ പിന്നുള്ള ആംഗിൾ ഏതാ? 80. ഈ 80ഉം രണ്ട് ഇവിടുത്തെ 80ഉം ഈക്വൽ അല്ലേ? 3ാമത്തെ ആംഗിൾ മാത്രമല്ല ഈക്വൽ. ഇനി 2 ട്രയാങ്കിളിലെയും ബാക്കിയുള്ള സൈഡുകളും എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നോക്കാം, ഇത് എത്ര ഡിഗ്രിയാ? 70. അതെവിടെ ഉണ്ടായിരിക്കുന്നത്? എന്നിൽ. അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാ? എല്ലാം. അപ്പൊ എല്ലമ്മും ഈ പടത്തിൽ 70 എവിടെ നടക്കുന്നേ? എക്സ്. അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഇസഡ് വൈ അഥവാ വൈ ഇസഡ് എങ്ങനായിരിക്കും? ഈക്വൽ. ഓക്കെ. ഇനി അടുത്തത് ഈ 30 ഡിഗ്രി ഉള്ള ആംഗിൾ, അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാ? എം എൻ. ഏതാണ്? എം എൻ ആണോ? ഇതേ പടത്തിൽ ഇപ്പുറത്ത് 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാ? ഇതാണ് 30. അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഇസഡ് എക്സ് അഥവാ എക്സ് ഇസഡ് എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇനി 3ാമത്തെ സൈഡ് എന്ത്? എൽ എം എം എൻ വൈ ഇസഡ് എക്സ് ഇസഡ്. ഇനി ഒരു സൈഡ് കൂടി ഇല്ലേ? അതെന്ത്? അത് ഓൾറെഡി ഈക്വൽ ആണ്. അത് ഓൾറെഡി അതല്ലേ എഴുതി വെച്ചേക്കുന്നത്. എൽ എൻ ഈക്വൽ 3 സെന്റിമീറ്റർ ഈക്വൽ എക്സ് വൈ എന്ന് അവര് നമ്മോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊഴിച്ച് ബാക്കി 2 എണ്ണം കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ ആയോ സംഗതി? എഴുതിയാട്ടെ. ഈ 3ാമത്തെ ആംഗിൾ വന്നപ്പോഴാണോ സ്റ്റക്കായി പോയി? ഇപ്പുറത്തെ 70 നോക്കി അപ്പുറത്ത് ചെന്നപ്പോ അവിടെ 70 അല്ല കിടക്കുന്നത്. എത്ര കിടക്കുന്നത്? 80 കിടക്കുന്നത്. ആണോ? ശരി, ഓക്കെ. ഇത് നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 3 വായിക്കൂ. The sides of a triangle are equal to the sides of another triangle. ഇനി എന്നെ ശ്രദ്ധിച്ചിരിക്കും. എന്ത് ചോദ്യത്തിന്റെ അർത്ഥം? ഒരു ട്രയാങ്കിളിന്റെ, ഒരു ത്രികോണത്തിന്റെ സൈഡുകൾ, വശങ്ങൾ മറ്റൊരു ട്രയാങ്കിളിന്റെ, മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണ്, ഈക്വലാണ്. എന്ന് പറഞ്ഞാൽ 1ാമത്തെ ട്രയാങ്കിളിന്റെ 3 സൈഡുകൾ 3 വശങ്ങളും 2ാമത്തെ ട്രയാങ്കിളിന്റെ 2ാമത്തെ ത്രികോണത്തിന്റെ 3 വശങ്ങളും എങ്ങനെയാണ്? ഈക്വലാണ്. ഓക്കെ. ഇനി 1ാമത്തെ സബ് ക്വസ്റ്റ്യൻ. ഈസ് ദി ഹൈറ്റ് ഫ്രം
each side of one triangle to the opposite vertex equal to the height from the equal side of the other triangle to its opposite vertex. Why? Second question. Are the areas of the two triangles equal? അപ്പൊ ആ ചോദ്യം ഞാൻ എന്തുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് ചോദിച്ചാൽ മനഃപൂർവ്വം അല്ല. ആ ചോദ്യത്തിന് ചെറിയ കുഴപ്പമുണ്ട്. ആർക്കെങ്കിലും പറയാമോ? എന്തില്ല? ഫിഗർ ഇല്ല. എന്തില്ല? ഫിഗർ ഇല്ലാതെ ഒന്നും രണ്ട് ക്വസ്റ്റ്യൻ പറയാൻ നിങ്ങൾക്ക് ക്ലിയർ ആവത്തില്ല. അപ്പൊ ഞാനൊരു ഫിഗർ ബോർഡിൽ ഒന്ന് റഫ് ആയിട്ട് വരയ്ക്കാം. എല്ലാവരും ബോർഡിലോട്ട് നോക്കിയിരിക്കണം കേട്ടോ. ഞാൻ ആദ്യം ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ വരച്ചു. ഏതാണ് ട്രയാങ്കിൾ? ABC. രണ്ടാമത്തെ ട്രയാങ്കിൾ വരച്ചു. എന്തോ അതിന്റെ പേര്? നിങ്ങൾ പേര് പറഞ്ഞു. PQR. എന്താ പേര്? PQR. ഇവരുടെ രണ്ടുപേരെ കുറിച്ച് ചില കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. നോക്കാം. കൺസിഡർ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR. ഇവരെ രണ്ടുപേരെ കുറിച്ച് ചോദ്യത്തിൽ എന്തോ ആദ്യം പറഞ്ഞേക്കുന്നേ? ഇവരുടെ സൈഡുകൾ എങ്ങനെയാണ്? ഞാൻ അവിടെ തൽക്കാലത്തേക്ക് ABയും PQവും എന്താണെന്ന് വിചാരിക്കുന്നു? ഈക്വൽ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തേ BCയും QRും എന്താണെന്ന് വിചാരിക്കുന്നു? ഈക്വൽ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് ACയും PR എന്താണെന്ന് വിചാരിക്കുന്നു? ഈക്വൽ ആണെന്ന് വിചാരിക്കുന്നു. ഇതല്ലേ ചോദ്യത്തിൽ ആദ്യം പറഞ്ഞേക്കുന്നത്? ആണോ? ശരി. ഇനി നമുക്ക് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ മനസ്സിലാകണമെങ്കിൽ ഈ C എന്ന് പറയുന്ന വെർട്ടെക്സ് ഉണ്ടോ? അവിടെ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡായ ABയിലേക്ക് ഞാനൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. എന്ത് വരയ്ക്കുന്നു? പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. എന്ത് വരയ്ക്കുന്നു? ആ പെർപെൻഡിക്കുലറിന് ഞാൻ CD എന്ന് പേര് കൊടുക്കുന്നു. എന്ത് പേര് കൊടുക്കുന്നു? ഒന്നുകൂടെ. എവിടെ നിന്ന് എങ്ങോട്ട് എന്ത് വരച്ചു? സിയിൽ നിന്ന് എങ്ങോട്ട്? ABയിലേക്ക് എന്ത് വരച്ചു? CD എന്ന് പറയുന്ന ഒരു പെർപെൻഡിക്കുലർ വരച്ചു, ഒരു ലംബം വരച്ചു. അപ്പൊ ഇതുപോലെ അപ്പുറത്ത് ഒരാളെ വരയ്ക്കണമല്ലോ. അതാരായിരിക്കും എന്ന് പറഞ്ഞാട്ടെ. ആറിൽ നിന്ന് PQവിലോട്ട് പറഞ്ഞോ RS എന്ന് പറയുന്ന മറ്റൊരു പെർപെൻഡിക്കുലർ വരച്ചു, മറ്റൊരു ലംബവും എന്ത് ചെയ്തു? വരച്ചു. ഇനി അവരുടെ ചോദ്യം, ഈ രണ്ട് പെർപെൻഡിക്കുലറുകൾക്കും, ഈ പെർപെൻഡിക്കുലറിന്റെ പേരാണ് ഹൈറ്റ്. എന്താണ്? ഇതാണ് ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ ഹൈറ്റ്, ഉയരം, ഉന്നതി, പൊക്കം എന്നൊക്കെ പറയും. ഇതാണ് രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഉയരം, ഉന്നതി, ഹൈറ്റ്. ഇവര് രണ്ടുപേരും ഈക്വൽ ആണോ എന്നാ ചോദ്യം. ഇവർ രണ്ടുപേരും ഈക്വൽ ആണോ എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ചോദ്യം പിടി കിട്ടിയോ? ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, ആർ ദി ഏരിയാസ് ഓഫ് ദി ടു ട്രയാങ്കിൾസ് ഈക്വൽ? വൈ? ഈ രണ്ട് ട്രയാങ്കിളുകളുടെയും ഈ രണ്ട് ത്രികോണങ്ങളുടെയും ഏരിയ, പരപ്പളവ് എങ്ങനെയാണോ എന്ന്, ഈക്വൽ ആണോ എന്ന് ചോദ്യം പിടി കിട്ടിയോ എല്ലാവർക്കും? ശരി. ആൻസർ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊന്ന് എഴുതിക്ക്. മൂന്നാമത്തെ ആൻസറാ. ബോർഡിൽ കിടക്കുന്ന ഫിഗർ വരയ്ക്കുക. അതിന്റെ താഴെയുള്ള ഇത്ര എഴുതി കഴിഞ്ഞതിന് ശേഷം എഴുതേണ്ട സ്റ്റെപ്പ്, ഡ്രോ എ പെർപെൻഡിക്കുലർ ഫ്രം C. ഫ്രം C to AB. TO to AB. ദാറ്റ് ഈസ് എന്ന കണക്കിൽ എങ്ങനെ എഴുതും? IE. എന്താണ്? IE. ദാറ്റ് ഈസ് എന്തോ അതിന്റെ പേര്? വരച്ച പെർപെൻഡിക്കുലറിന്റെ പേരെന്തോ? CD. ദാറ്റ് ഈസ് CD. ഡ്രോ എ പെർപെൻഡിക്കുലർ ഫ്രം C to AB. സിയിൽ നിന്ന് ABയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. എന്താണ് ആ പെർപെൻഡിക്കുലറിന്റെ പേര്?
സി ഡി. അതാണ് ദാറ്റ് ഈസ് സി ഡി എന്ന് എഴുതിയിരിക്കുന്നത്. ഇതുപോലെ അപ്പുറത്ത് വരച്ചതിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. ഡ്രോ എ പെർപെൻഡിക്കുലർ. എഴുതാനാ ഡ്രോ. അടുത്ത വരിയില്ല. ഡ്രോ എ പെർപെൻഡിക്കുലർ. ഡ്രോ എ പെർപെൻഡിക്കുലർ മിണ്ടുന്നില്ല. ഫ്രം പറഞ്ഞോ. ആർ ടു പി ക്യൂ. ദാറ്റ് ഈസ് ആർ എസ്. ഇനി പേനതാത്തൊക്കെ ശ്രദ്ധിച്ചു. ഇനി എന്താണ് നമ്മോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം? ഇനിയാണ് നമ്മുടെ ഒന്നാമത് സബ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി എന്തോ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ? ഒന്നാം സബ് ക്വസ്റ്റ്യൻ, ഈ വരച്ചു വെച്ചിരിക്കുന്ന രണ്ട് പെർപെൻഡിക്കുലറുകൾക്കും രണ്ട് ലംബങ്ങൾക്കും ഒരേ നീളമാണോ എന്ന് എന്ത് ചെയ്യണം? പരിശോധിക്കണം. ഒരേ നീളമാണോ എന്ന് എന്ത് ചെയ്യണം? പരിശോധിക്കണം. പേനകത്താത്ത് നോക്കാം. അതിനൊറ്റ പരിപാടിയേ ഉള്ളൂ. ഈ രണ്ട് പെർപെൻഡിക്കുലർ സൈഡായിട്ട് വരുന്ന, വശമായിട്ട് വരുന്ന രണ്ട് ട്രയാങ്കിളുകൾ ഈ പടങ്ങളിലുണ്ട്. ഒന്നുകൂടെ നിങ്ങൾ ഈ ഒന്നാമത്തെ പടത്തിൽ നോക്കാവുന്നുണ്ടെങ്കിൽ സി ഡി സൈഡായിട്ട് വരുന്ന ഒന്നല്ല രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. ഏതൊക്കെയാ? എ ഡി സി ഉണ്ട്. പിന്നൊരെണ്ണം ബി ഡി സി. അതിലേതെങ്കിലും ഒരെണ്ണം എടുക്കാം. അതിലേതെങ്കിലും. അപ്പൊ ഞാൻ അതിനകത്ത് നിന്ന് കൺസിഡർ ട്രയാങ്കിൾ എ ഡി സി. എന്താ പേര്? ഇനി ഇതേപോലെ അപ്പുറത്ത് ഈ ആർ എസ് സൈഡായിട്ട് വരുന്ന രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. അതിലൊരെണ്ണം പരിഗണിക്കുക. ആൻഡ് ട്രയാങ്കിൾ പി എസ് ആർ. അടി എവിടെ കിട്ടുന്നുണ്ടല്ലോ. ഇനി ഞാൻ ആ രണ്ട് ട്രയാങ്കിളുകൾ ഒന്ന് പ്രത്യേകം വരയ്ക്കുക. അടുത്താളുടെ പേരെന്തുവാ? മിണ്ടുന്നില്ല. എ ഡി സി. എ ഡി. രണ്ടാമത്തെ ട്രയാങ്കിളുടെ പേരെന്തുവാ? എന്താ പേര്? പി എസ് ആർ അല്ലെ? പി എസ്. ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ പറയണം. ശരിയാണോ? എ സിയും പി ആറും ഈക്വലാണ്. ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റ്. എ സിയും പി ആറും ഈക്വലാണ്. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ കിടപ്പുണ്ട്. വേണ്ടേ? എ സി ഈക്വൽ പി ആർ നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടില്ലേ? അപ്പൊ എ സിയും പി ആറും എങ്ങനെയാണ്? എ സി ഈക്വൽ പി ആർ. ഇവിടെ രണ്ടിടത്ത് ഓരോ 90 ഡിഗ്രി വന്നേക്കുന്നുണ്ടോ? ഇവിടെ 90 ഡിഗ്രി ഉള്ള ആളുടെ പേര് പറഞ്ഞു. ആംഗിൾ ഡി. ആംഗിൾ ഡി ഈക്വൽ 90 ഡിഗ്രി ഈക്വൽ ആംഗിൾ. യെസ്. ഇതൊരു ചെറിയ കാര്യം. ഒരു രണ്ട് ചെറിയ ആംഗിൾ ഇവിടെയും ഒരു രണ്ട് ചെറിയ ആംഗിൾ ഇവിടെയും കിടപ്പില്ലേ? അവരെ കുറിച്ച് വല്ല ഇൻഫർമേഷൻ ക്വസ്റ്റ്യനകത്തിലുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊന്ന് സങ്കല്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. എന്ത് ചെയ്യണം? സങ്കല്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. എന്ത് ചെയ്യണം? സങ്കല്പിച്ചുകൊണ്ട് മുന്നോട്ട്. ഞാൻ ഈ ആംഗിൾ എ, ആരാണ്? ആംഗിൾ എ തൽക്കാലം എന്തെന്ന് വിചാരിക്കുന്നു? എക്സ് എന്ന് വിചാരിക്കുന്നു. എന്തെന്ന് വിചാരിക്കുന്നു? എത്ര ഡിഗ്രിയാ നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് എന്തെന്ന് എടുക്കുന്നു? എക്സ്. ആംഗിൾ എ എത്രയാണ്? എക്സ് ഡിഗ്രി. അങ്ങനാണെങ്കിൽ അതേ എക്സ് ഡിഗ്രി മെഷർമെന്റ് ഉള്ള ഒരാൾ വേണ്ട ഈ പടത്തിലുണ്ടാവും. അതെ, ആംഗിൾ. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? എത്ര ആയിരിക്കും? എക്സ്. അപ്പൊ ആംഗിൾ പിയും എക്സ് ആയി. ആംഗിൾ പി എന്തായി? ഈ ഒരു സിമ്പിൾ ലോജിക്. ഈ ആംഗിൾ സി എത്ര ഡിഗ്രി ആയിരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ? ചുമ്മാ ആലോചിച്ചു. ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഇല്ല, ഇത് ഓൾറെഡി 90 ഉണ്ട്.
അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 90 കിട്ടിയാലല്ലേ മൊത്തത്തിൽ 180 വരുത്തുള്ളൂ. ഒന്നുകൂടെ ഈ ആംഗിൾ മാത്രം എത്ര ഉണ്ട്? 90 ഉണ്ട്. അപ്പൊ പിന്നെ തന്നെ ഈ എയും ഈ സിയും കൂടെ കൂട്ടുമ്പോൾ 90 കിട്ടിയാലല്ലേ മൊത്തത്തിൽ 180 വരുത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് തന്നെ 90 ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടണം? 90 വരണം. അപ്പൊ ഇത് എത്ര ഉണ്ട്? എക്സ് ഉണ്ട്. അപ്പൊ ഇത് എത്ര കാണും? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോ 90 കിട്ടണം. അതിൽ ഇത് മാത്രം എക്സ് ഉണ്ട്. അപ്പൊ ഇത് എത്ര വരും? സിമ്പിൾ ഐഡിയ. ഇത് രണ്ടെണ്ണം കൂടെ കൂട്ടുമ്പോ 90 വരണം അല്ലയോ? എങ്കിലല്ലേ ആ 90 വേണ്ടി ഈ 90 കൂടെ കൂട്ടുമ്പോ 180 വരത്തുള്ളൂ. അതിൽ ഇത് എക്സ് ഉണ്ട്. അപ്പൊ ഇത് എത്ര വരും? വയ്യു 90 മൈനസ് എക്സ്. 90 മൈനസ് ഒന്നുകൂടെ ഈ 3 ആംഗിളൂടെ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി വരണം? 180 വരണം. അതിൽ ഇത് മാത്രം എത്ര ഉണ്ട്? 90 ഉണ്ട്. അപ്പൊ ഇനി 180 ആകാൻ എത്ര കൂടെ വന്നാൽ മതി? ഒരു 90 കൂടെ വന്നാൽ മതി. ആ 90യിൽ ഇതിനെ നമ്മൾ എന്തായിട്ട് എടുത്തു? എക്സ്. അപ്പൊ പിന്നെ എത്ര ആയിരിക്കും? 90 മൈനസ് എക്സ്. ഈ ആംഗിളിന്റെ പേരെന്ന് പറഞ്ഞേ, ആ ആംഗിളിന്റെ പേരെന്ന് പറഞ്ഞേ. അങ്ങനെ പറയരുത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കണക്കിനകത്ത് പഠിപ്പിച്ചാണ്. അതുകൊണ്ട് ഈ ആംഗിൾ സി എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിലാ. അത്രയും ആംഗിൾ നമ്മുടെ പടത്തിൽ ഇല്ല. അങ്ങനെ വരുമ്പോ നമ്മൾ 3 അക്ഷരം വെച്ച് പേര് കൊടുക്കുമായിരുന്നു. ഇയാളുടെ പേര് 3 അക്ഷരം വെച്ച് പറഞ്ഞു എ സി ഡി. എന്താണ്? ആംഗിൾ എ സി ഡി ഈക്വൽ 90 മൈനസ് എക്സ്. ഇതേ മെഷർമെന്റ് ഉള്ള ഒരാൾ അപ്പുറത്തില്ലേ? അതാരാന്ന് പറഞ്ഞു? ആംഗിൾ പി ആർ. യെസ്, ആംഗിൾ പി ആർ. ആരോടും പറയണ്ട, നമ്മുടെ ആൻസറായി. നോക്കിക്കേ, ഈ ട്രയാങ്കിളിലെ ഒരു സൈഡും അതിന്റെ പുറത്തുണ്ടാകുന്ന 2 ആംഗിളുകൾ അപ്പുറത്തെ പടത്തിലെ ഒരു സൈഡിനോടും അതിന്റെ പുറത്തുണ്ടാകുന്ന 2 ആംഗിളുകളോടും ഈക്വലായി എങ്കിൽ നമ്മൾ 20ാമത്തെ പേജിൽ പഠിച്ച നോട്ടനുസരിച്ച് അതിന്റെ 3ാമത്തെ ആംഗിൾ ഈക്വൽ ആവും. ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് 3ാമത്തെ ആംഗിൾ ഈക്വൽ ആണ്. അപ്പൊ ഒരു സൈഡിന്റെ കാര്യമല്ലേ നമുക്ക് അറിയത്തുള്ളൂ. ഇനിയുള്ള 2 സൈഡുകൾ എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ്ട് ഈ ആംഗിൾ എ അല്ലെ എക്സ് എന്ന് വിളിച്ചേക്കും. ഈ എക്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആളാരാ? എക്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആരാ? വിച്ച് എംപ്ലൈസ് the two triangles are ഈക്വൽ. ഈ 2 ട്രയാങ്കിളുകൾ എങ്ങനെയാണ്? ഈക്വൽ. അപ്പൊ നോക്കിക്കേ, പടത്തിൽ ആംഗിൾ എ ആണ് നമ്മൾ എക്സ് എന്ന് വിളിച്ചേക്കും. അതിന്റെ ഓപ്പോസിറ്റ് എതിരെ കിടക്കുന്ന ആളാരാ? ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് എതിരെ കിടക്കുന്ന ആളുടെ പേര് സി ഡി. എന്താ പേര്? സി ഡിയും അപ്പുറത്തെ പടത്തിൽ എക്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആളാരാ? ആർ എസ്. ഇവർ രണ്ടുപേരും ഈക്വൽ ആയിരിക്കും. ഒന്ന് പടത്തിൽ നോക്കിക്കേ, ഏതാ ഈ വരച്ചു വെച്ചിരുന്ന പടത്തിൽ നോക്കിക്കേ. സി ഡിയും ആർ എസും ആരാ? ഒന്നാമത്തെ പടത്തിലും 2ാമത്തെ പടത്തിലും നോക്കിയിട്ട് സി ഡിയും ആർ എസും ആരാണെന്ന്. ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ് സി ഡി, 2ാമത്തെ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ് ആർ എസ്. അവർ രണ്ടുപേരും ഈക്വൽ ആണെന്ന് കിട്ടിയില്ലേ? ഇതല്ലേ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. ഈ 2 ട്രയാങ്കിളുകളുടെയും ഹൈറ്റുകൾക്ക് ഒരേ നീളമാണോ എന്നല്ലേ ചോദ്യം. ഇപ്പൊ എന്തോ കിട്ടി? സി ഡിയും ആർ എസും എങ്ങനെയാണെന്ന് കിട്ടി? ഈക്വൽ ആണെന്ന് കിട്ടി. വായിച്ചു നോക്കുക. മനസ്സിലാകുന്നെങ്കിൽ ബുക്കിലേക്ക് എഴുതുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ 2 ട്രയാങ്കിളുകളുടെയും ഏരിയ എങ്ങനാണോ എന്ന് ഈക്വൽ ആണ്. ഏത് 2 ട്രയാങ്കിളിന്റെയും? ഏത് 2 ട്രയാങ്കിളിന്റെയും? എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെയും പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെയും ഏരിയ എങ്ങനാണോ എന്ന് ഈക്വൽ ആണ്. നിസ്സാരമായ കാര്യം. ബോർഡിലേക്ക് നോക്കിയിരിക്കാം. ഏരിയ ഓഫ്
ട്രയാങ്കിൾ എ ബി സി ആരുടെ ഏരിയയാണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ പറയാൻ പറയാം. ഏതാ ഇതോ? വേണ്ട, ഇനി എന്റെ സെക്കൻഡ് പാർട്ടാ. ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ. ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. 7ാം ക്ലാസ്സിൽ പഠിച്ച ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വേണ്ട അടക്കുന്നു. ഹാഫ് ബി എച്ച്. എന്താണ്? അങ്ങനെ പഠിച്ചിട്ടില്ലേ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് 7ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടോ? വെച്ചേ ഈക്വൽ ഹാഫ് ഇൻറ്റു ഒന്നാമത്തെ പടത്തിലെ ബേസ് ആരാ? പാദം ആരാ? എ ബി ഇൻറ്റു ഒന്നാമത്തെ പടത്തിലെ ഹൈറ്റ് ആരാ? പടത്തിൽ നോക്കിയാലും മനസ്സിലാവും ആരാണ്? സി ഡി. ആരാണ്? ആണോ? ആണോ? ഇനി അടുത്തത് ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ. ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ പറഞ്ഞാട്ടെ. അത് ഇക്വേഷൻ ഇത് തന്നെ. ഹാഫ് ബി എച്ച് ഈക്വൽ ഹാഫ് ഇൻറ്റു രണ്ടാമത്തെ പടത്തിലെ ബേസ് ആരാ? പി ക്യു ഇൻറ്റു രണ്ടാമത്തെ പടത്തിലെ ഹൈറ്റ് ആരാ? ആർ എസ്. ഇവർ രണ്ടുപേരും എന്താണോ? അല്ല, ഇതാണ് അതിന്റെ ഏരിയ. ഇനി ചോദ്യം, ഈ രണ്ട് ഏരിയയും എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ രണ്ട് ഏരിയയും ഈ രണ്ട് പരപ്പളവുകളും ഈക്വൽ ആണോ എന്നാണ് ചോദ്യം. എന്താണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം? ഈക്വൽ ആയിരിക്കും. അങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. കണക്കാകുമ്പോൾ കൃത്യമായ റീസൺ വേണം. ഒന്നുകിൽ ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ആണ്, ഈക്വൽ അല്ലെങ്കിൽ ഈക്വൽ അല്ല. കാരണം വേണം. രണ്ടിടത്തും ഹാഫ് ഉണ്ട്. ഇവിടെയും ഹാഫ് ഉണ്ട്, ഇവിടെയും ഹാഫ് ഉണ്ട്. ഇവിടെ ആരാ ഉള്ളത്? എ ബി. ഇവിടെ ആരാ ഉള്ളത്? ഇവര് തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഈക്വൽ ആണ്. വേണ്ട എഴുതി വെച്ചിട്ടുണ്ട്. എ ബി ഈക്വൽ എന്താണെന്ന്? പി ക്യു ആണ്. എ ബി എന്തിനോട് ഈക്വൽ ആണ്? പി ക്യുവിനോട് ഈക്വൽ. ഇനി അടുത്തത് സി ഡിയും ആർ എസും ഇവര് തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഉണ്ട്. ഇപ്പൊ ഫസ്റ്റ് പാർട്ടി നമ്മൾ തെളിയിച്ചു വെച്ചു. എന്താണ്? സി ഡി ഈക്വൽ. അപ്പൊ രണ്ടിടത്ത് ഹാഫ് ഉണ്ട്, അത് ഈക്വൽ ആണ്. ഇവിടുത്തെ എ ബിയും ഇവിടുത്തെ പി ക്യൂവും ഈക്വൽ ആണ്. ഇവിടുത്തെ സി ഡിയും ഇവിടുത്തെ ആർ എസും ഈക്വൽ ആണ്. അപ്പൊ അതിന്റെ അർത്ഥം ഇത് രണ്ടെണ്ണം. അപ്പൊ വിച്ച് ഇംപ്ലൈസ് ദ ടു ട്രയാങ്കിൾസ് മിണ്ടുന്നില്ല ഹാവ് ദി സെയിം ഏരിയ. ഈ രണ്ട് ട്രയാങ്കിളുകളുടെയും ഏരിയ എങ്ങനെയാണ്? സെയിം ആണ്. കാര്യം ഇവിടെ കിട്ടിയോ? എഴുതിയാട്ടെ.